നരകത്തെക്കാളും ഭയങ്കര ക്രൂരമായ ഇതായിരുന്നു. ആഹാരമില്ലായിരുന്നു, കൂട്ടിയിട്ടിരുന്നായിരുന്നു. സ്റ്റിക്ക് കണക്കത്തുള്ള സാധനം, അതിൽ നിന്ന് കറണ്ട് വരും. അതേ കണക്കത്തുള്ള സാധനമൊക്കെയുള്ള ഉപദ്രവവും, തറയിലിട്ട് നമ്മളെ കൈ ചവിട്ടി പിടിക്കുകയും കഴുത്തേലോട്ട് കൈ വെച്ച് നമ്മളെ ഇവര് ഈ ബാങ്കോക്കിൽ നിന്ന് കടത്തി മ്യാൻമാറിലോട്ട് കൊണ്ടുപോകും. അത് രണ്ട് സ്ഥലമാണ്. ഫുഡില്ലാത്ത അവസ്ഥ മനസ്സിലാവുമല്ല. പിന്നെ രാത്രി സമയമാകുമ്പോൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു നൂഡിൽസ് ഇത്തിരിയുള്ളത്, നൂഡിൽസ് പാക്കറ്റ്. നമസ്കാരം. മ്യാൻമറിലെ മനുഷ്യക്കടത്തിന്റെ ജീവിച്ചിരിക്കുന്ന മുഖമായി കൊല്ലം കുണ്ടറ സ്വദേശി വിഷ്ണു. സ്വന്തമായി ഒരു ജോലി സ്വപ്നം കണ്ട് ജോർദാനിലേക്ക് പോകാൻ തയ്യാറെടുത്ത വിഷ്ണു അകപ്പെട്ടത് മ്യാൻമറിലെ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ സങ്കേതത്തിലേക്ക്. വിഷ്ണു ഉൾപ്പെടെ 5 മലയാളികളടക്കം 44 പേരാണ് ഇന്ത്യയിൽ നിന്നും മനുഷ്യക്കടത്ത് സംഘത്തിൽ പെട്ടത്. വിഷ്ണു അനുഭവിച്ച കൊടും ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വിസ്മയ ന്യൂസിനോട്. ഇപ്പൊ എന്റെ കൂടെയുള്ളത് വിഷ്ണു ആണ്. വിഷ്ണു ഇവിടെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് വിഷ്ണു ഇവിടെ എത്തിയത്. ഇന്നലെ രാവിലെ. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായിരുന്നു. നരകത്തെക്കാളും ഭയങ്കര ക്രൂരമായ ഇതായിരുന്നു. ആഹാരമില്ലായിരുന്നു, കൂട്ടിയിട്ടിരുന്നായിരുന്നു. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഇഷ്ടം പോലെ എന്തോ ഒരു കറുത്ത സ്റ്റിക്ക് കണക്കത്തുള്ള സാധനം, അതിൽ നിന്ന് കറണ്ട് വരും. അതേ കണക്കത്തുള്ള സാധനമൊക്കെയുള്ള ഉപദ്രവവും. എൻ്റെ കൂടെ വേറെയും കുട്ടികളുണ്ടായിരുന്നു. ആ റൂമിനകത്ത് ഞങ്ങളൊരു 4-5 പേരെ ആ റൂമിൽ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഇട്ട് ഉപദ്രവം. ഞങ്ങൾ ആ തറയിലായിരിക്കുന്നത്. ആ തറയിലിട്ട് നമ്മളെ കൈ ചവിട്ടി പിടിക്കുകയും കഴുത്തേലോട്ട് കൈ വെച്ച് മെയിനായിട്ട് അവർക്ക് വേണ്ടത് തിരിച്ചു പോകുന്നതിന് പൈസ ആവശ്യപ്പെടുന്നത്. $5000 ആവശ്യപ്പെട്ട്. നാട്ടില് 5 ലക്ഷം. 5 ലക്ഷം രൂപയോളം വരും. പക്ഷേ അവർക്ക് വേണ്ടത് ഡോളറായിട്ടാണ്. അപ്പൊ അവര് തന്നെ ആ USDT വഴി അയക്കുമ്പം നമുക്ക് 6 ലക്ഷം രൂപയോളം ചെലവാകും. ആ പൈസയും പിന്നെ അത് കൊടുക്കാത്ത പക്ഷം അത്രയും നാള് നമ്മളവിടെ കിടന്ന് ഉപദ്രവിക്കും. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? എന്താണ് ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നത്? ജോലി ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഇന്ത്യക്കെതിരെ, അവർ ചൈനക്കാരാ. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ ചതിച്ച് സ്കാം ചെയ്ത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ ഒപ്പിക്കണം. അവര് തരുന്ന വലിയ വലിയ പ്രൊഫൈൽസ് നോക്കി കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയ പോലെ ഫേസ്ബുക്ക് പോലത്തുള്ള ആപ്പുകളിൽ നിന്ന് നമുക്ക് സ്പാം കോളുകളൊക്കെ വരുന്ന പോലെ. ഇത് സ്പാം കോൾ അല്ല. അവര് തന്നെ ഇന്ത്യൻ നമ്പർ വെച്ച് ഇഷ്ടംപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യും. ആ അക്കൗണ്ട് ഉപയോഗിച്ച് ചാറ്റ് ചെയ്യണം. ഇത് ഞാൻ ഉള്ള 2 മാസം അവിടെ. അതായത് നമുക്കറിയാം, നമുക്ക് ഫേക്ക് ആയിട്ട് വരുന്ന ചാറ്റുകൾ ഇത് ഒറിജിനൽ അക്കൗണ്ട് കണക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ലേഡി ആയിട്ട് കാണിച്ച് ആ ലേഡിയെ വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യയിൽ നിന്ന് ഒരു ലേഡി ചൈനക്കാരെ കൂട്ടത്തിൽ കൂടി അവിടെ. അവരെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം അവര് തന്നെ. നമ്മളവരെ എന്ന് പൈസ തട്ടിക്കണം. അതാ ജോലി. ഞാൻ ആദ്യം തന്നെ അത് ചെന്നപ്പോ തന്നെ എനിക്കൊരു 20 ദിവസത്തോളം ഇതെല്ലാം കണ്ടിരുന്നാ മാത്രം മതി. കണ്ടു പഠിക്കല്ല ട്രെയിനിങ്. അപ്പൊ ഈ 20 ദിവസം കൊണ്ട് കാര്യങ്ങൾ പഠിച്ച ദിവസം കൊണ്ട് എനിക്കാണെങ്കിൽ മെയിനായിട്ട് അവരെ നോക്കുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡാണ്. ഡൽഹി, മുംബൈ സൈഡിലൊക്കെ ഹിന്ദിയാ ചാറ്റിങ് ഉപയോഗിക്കുന്നത്. എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, ഞാൻ ചെയ്യത്തില്ല. ലാംഗ്വേജ് അറിഞ്ഞാൽ പോലും ഞാനിത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ ജോലിക്കല്ല വന്നത്. അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറെ കുട്ടികൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞവരെ ഈ കേബിളിന് അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇപ്പം ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നോട് പറഞ്ഞ് നിന്റെ ഏജന്റിന് ഞാൻ $3000 ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവര് ചൈനയിലാണ് സംസാരിക്കുന്നത്. ട്രാൻസ്ലേറ്ററാണ് നമ്മൾക്ക് പറഞ്ഞിരുന്നത്. അപ്പം ഈ പുറത്തുനിന്നുള്ള നിങ്ങളെ ഏജന്റിന് ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്തിട്ടുണ്ട്, പിന്നെ നിന്നെ കൊണ്ടുവന്ന ടിക്കറ്റും ഇത്രയും ദൂരം വന്നതിന്റെ ട്രാവലും. ഓക്കെ. അപ്പോൾ ഈ വിഷ്ണുവിന്റെ ഈ ഒരു ഏജന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വിഷ്ണുവിന്റെ ഏജന്റ് ആരായിരുന്നു? അതൊരു ഏജൻസി അല്ല, സംഭവം ഒരു പഠിപ്പിക്കുന്ന സെന്ററാണ്. ആ സെന്ററിനകത്ത് അവരൊരു ഏജൻസി ആയിട്ട് തുടങ്ങിക്കുക. ഇമയോ എന്ന് പറഞ്ഞൊരു ഏജൻസി ആയിട്ട് അവർ തുടങ്ങിക്കുന്നു. അവിടെ ഒരു 3-4 പേര്. അവിടെ മെയിനായിട്ട് വിപിന എന്ന ഈ ഓണർ ഇതിന്റെ. അയാളാണ് മെയിനായിട്ട് പുറത്തേക്ക് ആളെ വിടുന്നതിന്റെ ഒരു പദ്ധതി. നിങ്ങള് ഈ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നോ? വിപിൻ എത്ര രൂപ മേടിച്ചായിരുന്നു കൊണ്ടുപോകാൻ? വിപിൻ ജോർദാനി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിരുന്ന 2.5 ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും വിഷ്ണുവിന് എന്ത് കോഴ്സാണ് പാസ്സായത്? ഏത് വിസയ്ക്കായിരുന്നു പോകുന്നത്? ഞാൻ ഡ്രൈവർ വിസയ്ക്ക് പോകാൻ വേണ്ടി ഈ ഹെവി ഡ്രൈവറിന്റെ ഇതും ഞാൻ ഹെവി ലൈസൻസ് ഉണ്ട്. ലൈറ്റ് ഡ്രൈവറിന്റെ വിസയ്ക്കാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. എന്നിട്ട് തന്നെ ആ വിസ ക്യാൻസൽ ആയെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവരെ അളിയൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാ ബാങ്കോക്കിൽ എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് നമ്മൾ ചെന്നിറങ്ങിയാൽ തന്നെ കുറച്ച് ദൂരത്തിനടുത്ത് കാസിനോ കണക്കൊരു സംഭവമാണ്.
ഗെയിം കളിക്കാൻ ആളുകൾ വരും. അപ്പോൾ അവർ സംശയങ്ങൾ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയണം, റിസപ്ഷനിസ്റ്റ് വർക്കാന്ന് പറഞ്ഞ് എന്നെ വിടുന്നത്. അതായത് ഈ ഏജന്റ് തൽക്കാലത്തേക്ക് ജോർദാനിലേക്ക് വിസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൊല്യൂഷൻ എന്നോണം വിഷ്ണുവിനെ സഹായിച്ചത് ഈ വിപിന്റെ അളിയൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് ബാങ്കോക്കിലേക്ക് പോകാം എന്നല്ലേ, അങ്ങനെ പറയുകയും ബാങ്കോക്കിലേക്ക് ചെല്ലാനായിട്ടാണ് പിന്നീട് ആവശ്യപ്പെട്ടത്. ബാങ്കോക്ക് ചിലവൊന്നുമില്ല, ഇപ്പൊ എന്ത് ചിലവുണ്ടെങ്കിലും അയാൾ നോക്കിക്കോളാം, നിനക്ക് ഞാൻ കാരണം നഷ്ടം വരത്തില്ല, എല്ലാരെയും പൈസ കൊടുക്കുമ്പോൾ നിന്റെയും പൈസ തരാം, നീ ഇപ്പൊ അത്യാവശ്യമായിട്ട് കടങ്ങൾ തീർക്കാൻ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിടുന്നത്. ഈ അടുത്ത് തന്നെ ബാങ്കോക്കിൽ തന്നെയാണെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ട് കുറെ ദൂരം ഉണ്ടായിരുന്നു. ബാങ്കോക്കിൽ ചെന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നീട് ആരായിരുന്നു വന്ന് പിക്ക് ചെയ്തത്? ബാങ്കോക്കിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ഡ്രൈവർ വന്ന് നമ്മളെ പിക്ക് ചെയ്തൊരു ഹോട്ടലിൽ കൊണ്ടുപോകും. ആ ഹോട്ടലിൽ നിന്ന് പിന്നെ പല പല വണ്ടി, ഒരു 10-16ഓളം വണ്ടികൾ മൊത്തം കാട്ടിൽ കൂടെ ഉള്ള യാത്രയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളെ കാറിൽ മാത്രം 16 വണ്ടിയോളം കാറിനകത്തായിരുന്നു, പിന്നെ ബൈക്കിനകത്ത് കൂടെ ആയിരുന്നു യാത്ര. എത്ര കിലോമീറ്ററോളം ഉദ്ദേശം? രാത്രി ഞാൻ ആ ഹോട്ടലിൽ നിന്ന് കയറിയിട്ട് 9 മണിക്കൂറോളം കാറിനകത്തുള്ള യാത്ര. പിന്നെ അവിടുന്ന് കാട്ടി ചെന്നതിന് ശേഷമാണ് ഈ 13 വണ്ടിയോളം. അപ്പോഴെല്ലാം ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നത്? മലയാളികളോ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു മലയാളി പോലും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആ കമ്പനി ചെല്ലുമ്പോൾ ഒരേ ഒരു മലയാളി. പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് 4 മലയാളികളും വരുന്നത്. ഞങ്ങൾ മൊത്തം 5 മലയാളികളുണ്ടായിരുന്നു. അവിടെ ചെന്ന് ആ കമ്പനിയിലാണോ പിന്നീട് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? ആ കമ്പനിയിലാ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മളെ ഇവര് ഈ ബാങ്കോക്കിൽ നിന്ന് കടത്തി മ്യാൻമാറിലോട്ട് കൊണ്ടുപോകും. അത് രണ്ട് സ്ഥലമാണ്. നമ്മളെ ബോർഡർ കടത്തിയാ കൊണ്ടുപോകുന്നത്. അത് വള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്യിപ്പിക്കും. അപ്പോഴത്തേക്ക് ഈ സ്ഥലം കഴിഞ്ഞു, പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത്. ശരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു എന്ന് തോന്നുന്നില്ലേ? സിനിമയിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷ്ണു അത് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നത് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ശരിക്കും, അല്ലേ? സത്യം പറഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ച. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അവർ 1 വർഷത്തെ വിസ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ശരിക്കും വിസയില്ല. 2 മാസത്തെ വിസിറ്റിന് നമ്മളെ അവിടെ എത്തിച്ചിട്ട് പിന്നെ വിസയില്ല. നമുക്ക് പിന്നെ തിരിച്ചു വരണമെങ്കിൽ തന്നെ ജയിലിലൊക്കെ കിടന്നേ വരാൻ പറ്റും. കാരണം ഇത്ര ഓവർ സ്റ്റേ ചെയ്തതിൻ്റെതും ഇതെല്ലാം ജയിലിൽ അവിടുന്ന് വരുന്ന വഴിക്ക് തന്നെ മൈസോട്ട് ജയിലിൽ കിടന്ന് അവിടുന്ന് പിന്നെ കോടതിയിലെല്ലാം കയറി ബാങ്കോക്ക് കയറി വരുമ്പോൾ എങ്ങനെ പോയാലും അവിടെ ജീവിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആള് ഒരുവിധം ഇതാവും. ഞാൻ ഈ 2 മാസം കൊണ്ട് അനുഭവിച്ചത് 1 വർഷം അവിടെ ജീവിക്കുന്നവർക്ക് തിരിച്ചു വരാനേ പറ്റത്തില്ല. ഇപ്പൊ വിടത്തില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അതിന്റെ ഇടയ്ക്ക് മോശമായോ? ഹെൽത്ത് ഇഷ്യൂ നല്ല മോശമായി. ഞാൻ പോയ സമയത്തെ പോലെ അല്ല ഞാൻ തിരിച്ചു വന്നപ്പോ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഫുഡില്ലാത്ത അവസ്ഥ മനസ്സിലാവുമല്ലോ. വെള്ളം മാത്രം കുടിച്ചു. ചോദിക്കുമ്പോ എന്താ പറയുന്നത്? ഫുഡ് ഇല്ല, നീ ഇവിടെ ജോലി ചെയ്യുന്നില്ല, നീ ഓൾറെഡി കമ്പനിയിൽ നിന്ന് ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞവന് ഞങ്ങൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ എൻ്റെ കൂട്ടത്തിലുള്ള മലയാളികൾ, എനിക്ക് ആരുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പ്രത്യേക റൂം കൂട്ടിയിട്ടൊക്കെ. അതിൻ്റെ ഇടയ്ക്കൂടെ ഫുഡ് ഇല്ല. പിന്നെ ആരെങ്കിലും ഈ മലയാളികളെ കാരണം കൊണ്ട് അവർ ഈ ബ്രെഡൊക്കെ കൊണ്ടുവന്ന് ഡോറിൻ്റെ അടിയിൽ കൂടെ 1-2 ബ്രെഡ് കയറ്റി വരും. ആഹാരങ്ങളേ ഉള്ളൂ. പിന്നെ രാത്രി സമയമാകുമ്പോൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു നൂഡിൽസ് ഇച്ചിരി ഉണ്ട്, നൂഡിൽസ് പാക്കറ്റ്. അത് കഴിക്കാൻ പോലും കൊള്ളത്തില്ല. ശരിക്കും എക്സ്പയർഡ് ആയ ഫുഡൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനാണോന്ന് അറിയാൻ വയ്യ. നമുക്കൊന്നും നോക്കാനൊന്നും പറ്റില്ല. വിഷ്ണു ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരുടെ അവസ്ഥയെ കുറിച്ച് അവരെങ്ങനെയാണ്? അവരിനി ആ പണം നിങ്ങൾക്ക് കൊടുക്കണോ? തിരിച്ചു വരണമെങ്കിൽ പണം കൊടുക്കണം. ബാക്കിയുള്ളവർ പണം കൊടുക്കും. ബാക്കിയുള്ളവരെ എന്റെ കൂട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു. അവൻ പണം അടച്ചിട്ട് അവനെ വിട്ടില്ല. കാരണം ഞാൻ പണം അടച്ചിട്ട് എന്നെ അവരെ അടുത്ത കമ്പനിയിലോട്ട് $3000 സെയിൽ ചെയ്യാൻ തോന്നി. ഞാൻ അത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അവരെന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ മറ്റേ ഹിന്ദിക്കാരന്റെ അവസ്ഥ എന്തുവായെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ വിഷ്ണു ഉൾപ്പെടെ നിരവധി പേരാണ് ഇനി ഇങ്ങോട്ട് വരാനുള്ളത്. മാത്രമല്ല ഈ അനുഭവിച്ച പീഡനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങേറ്റം പേടിയാണ് തോന്നുന്നത്. ഇനി മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ആവുന്നത്, അല്ലേ? പിന്നെ കൂടുള്ള മലയാളികളുടെ അവസ്ഥയായി. എന്തായാലും ഒരാളെങ്കിലും അവിടുന്ന് പുറത്തെത്തി നാട്ടിലെത്തിയാലേ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ പറ്റും. അത് വെച്ച് ബാക്കിയുള്ളവരെ കൂടെ സഹായം കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ ബാക്കിയുള്ളവരെ 40ഓളം ആളുകൾ അവിടെ കിടപ്പുണ്ട്. കൊണ്ടുപോയ വിപിൻ എന്ന് പറയുന്ന ആളെ കുറിച്ച്? എനിക്കിപ്പോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വിപിന്റെ വിവരമൊന്നുമില്ല. ഞാൻ ഓൾറെഡി കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിപിനെ അവിടെ വെച്ച് വിളിച്ചായിരുന്നു. എവിടെയാണ് സ്റ്റേഷൻ? കരുനാപ്പള്ളി സ്റ്റേഷൻ. ഞാൻ വിപിനെ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തായിരുന്നു അവിടെ വെച്ച്. അപ്പൊ വിപിൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വിട്ട ആളുകൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രമാണല്ലോ ഇത്ര പ്രശ്നമെന്നാ ചോദിക്കുന്നത്. അപ്പൊ വിപിൻ സ്ഥിരമായിട്ട് ആളെ വിടാറുണ്ടായിരുന്നു. വിപിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് അന്വേഷിക്കേണ്ടത്. വിപിനെ കുറിച്ച് അന്വേഷിക്കണം. വിപിൻ ഇങ്ങനെയുള്ള ഏജന്റ്, ഈ ഇന്ത്യ ഇത് ചതിക്കുന്നവരൊന്നും ഇങ്ങനെ വെച്ചോണ്ട് ഈ പ്രത്യേകിച്ച് ഏജൻസികൾ ഇതിനൊക്കെയുള്ള. ഇനി അവശേഷിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: കേരളത്തിൽ മനുഷ്യക്കടത്തിന്റെ പ്രധാന കണ്ണികൾ ആരെല്ലാം? ജോർദാനിലേക്ക് വിസ തരപ്പെടുത്തിയ ഏജന്റ് വിപിൻ ഒളിവിൽ പോയെങ്കിൽ അതിന്റെ കാരണം എന്താണ്?
വിഷ്ണുവിനെ കൂടാതെ കൂടുതൽ പേർ ഈ വിസ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ? അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ്.